ഹായ്, വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ശേഷം എൻ്റെ വെയിറ്റ് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ 3 വർഷം മുമ്പ് വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 30 കിലോ കുറച്ച ആളാണ്. അപ്പോഴത്തേക്കും തിരിച്ച് എൻ്റെ വെയിറ്റ് എല്ലാം തിരിച്ച് ഞാൻ ഗെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിന് കാരണമുണ്ട്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഓർബിറ്റ് ട്രക്കിൽ വർക്കൗട്ട് ചെയ്തപ്പോഴത്തേക്കിനും ലെഫ്റ്റ് ലെഗ് ഒന്ന് സ്ലിപ്പായിട്ട് ഇഞ്ചോർഡ് ആയിരുന്നു. അപ്പോൾ ആദ്യം ഒരു ഡോക്ടറെ കാണിച്ചു. 10 ദിവസത്തേക്കുള്ള ടാബ്ലറ്റ്സ് ഒക്കെ തന്നായിരുന്നു. അതെല്ലാം കഴിച്ചു. എന്നിട്ട് ഒട്ടും കുറവില്ല. പിന്നെ സീനിയർ ഓർത്തോ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കിനും എക്സ്റേ എടുത്തു. പിന്നെ വേണ്ടി വന്നാൽ MRI സ്കാനിങ് ഒക്കെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. പിന്നെ ആ ഡോക്ടർ എനിക്ക് ഹൈ ഡോസ് കാൽസ്യവും വൈറ്റമിൻ ഇ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് നല്ല ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഡിസംബർ 31 ഡീകാത്ലോണിൽ പോയായിരുന്നു. അങ്ങനെ പോയത് തന്നെ മെയിനായിട്ട് നീ ക്യാപ്പ് വാങ്ങിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. നീ ക്യാപ്പ് കുറച്ച് ദിവസം നീ ക്യാപ്പൊക്കെ ഇട്ടു. അധികം നടക്കാനോ സ്റ്റെയർ കേസ് കയറാനോ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം കുറച്ച് പാടായിരുന്നു. 1 മാസമായിട്ടാണ് ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ആദ്യത്തെ 15 ദിവസം ചെറിയ രീതിയിൽ ഫുഡ് കൺട്രോളും കുറച്ച് നടത്തൊക്കെയാണ്. അധികം നടക്കാൻ പാടില്ല. കുറച്ച് സമയമൊക്കെ 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ നടക്കുമായിരുന്നു. അത്രേ ഉള്ളൂ. പിന്നെ ജനുവരി 15 തൊട്ട് ഇന്ന് വരെ കുറച്ച് ഒരു 30 മിനിറ്റ് തൊട്ട് 45 മിനിറ്റ്സ് വരെ എക്സസൈസും പിന്നെ ഫുഡ് നല്ല രീതിയിൽ കൺട്രോളും ചെയ്തു. ഈ 15 ദിവസത്തെ റിസൾട്ട് നല്ല റിസൾട്ടാണ്. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാം. ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് വെയിറ്റിൻ്റെ ഒക്കെ. അത് നിങ്ങൾക്ക് കാണിക്കാം. അപ്പം വെയിറ്റ് ലോസ് ജേണി ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ മിക്ക ആൾക്കാർക്കും അതില്ല. കുറച്ച് ദിവസം എക്സസൈസ് ചെയ്യും, പിന്നെ നിർത്തും, പിന്നെ സ്റ്റാർട്ട് ചെയ്യും. അത് അത്ര നല്ല കാര്യമൊന്നുമല്ല. നമുക്ക് എപ്പോഴും ഒരു ഗോൾ വേണം. ഷോർട്ട് ടേം ഗോളും വേണം, ലോങ് ടേം ഗോളും വേണം. ഷോർട്ട് ടേം ഗോൾ എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ 1-2 കിലോ കുറയ്ക്കുക. ലോങ് ടേം ഗോൾ എന്ന് പറയുമ്പോൾ ഒരു 3 മാസത്തേക്ക് 20 കിലോ കുറയ്ക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനൊരു ലോങ് ടേമും ഷോർട്ട് ടേം ഗോൾ വേണം. എങ്കിലും നമുക്ക് അത് ഫോക്കസ് ചെയ്ത് അതിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ലക്ഷ്യമില്ലെങ്കിലും റിസൾട്ടും ഇല്ല. അതെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ നേരത്ത് ഞാൻ കുറച്ച് സിമ്പിളായിട്ടുള്ള എക്സസൈസ് ചെയ്യത്തുള്ളൂ. വലിയ കട്ടിയുള്ള എക്സസൈസ് ഒന്നും ചെയ്യത്തില്ല. കാര്യം ഈ സമയത്ത് എനിക്ക് ജമ്പിങ് ഒക്കെ അവോയ്ഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഡോക്ടർ ഗ്രാജുവലി എക്സസൈസിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സിമ്പിൾ എക്സസൈസാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ചൂസ് ചെയ്ത് നമ്മൾക്ക് ജോയിൻസിനോ നീക്കോ ഒന്നും പെയിനില്ല. അത് എളുപ്പം തന്നെ ഫാറ്റ് കുറയ്ക്കുന്ന എക്സസൈസ് ആയിരിക്കും ഞാൻ ചൂസ് ചെയ്ത് ചെയ്യുന്നത്. അത് ഞാൻ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യാം. വണ്ണം വെച്ച് എക്സസൈസ് ചെയ്യുമ്പോൾ അത് കുറച്ച് വൃത്തികേടാണ്. വണ്ണമൊക്കെ ആയിട്ടിരുന്ന എക്സസൈസ് ചെയ്യുമ്പോൾ വൃത്തികേടാണ്. പക്ഷേ അതിലൊന്നും കാര്യമില്ല. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും വന്നിട്ടില്ല. ഞാൻ വണ്ണം ഉണ്ടെങ്കിലും മെലിഞ്ഞിരുന്നാലും എങ്ങനെ ഇരുന്നാലും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. എനിക്ക് വലിയ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് തിരിച്ചും ഇതിലോട്ട് ഞാൻ വരുന്നത്. അപ്പം ഞാൻ കഴിക്കുന്ന ഫുഡ് ഫുൾ ഡേ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല. കാര്യം എന്നെ അറിയാവുന്നവർക്കറിയാം, എനിക്ക് ഷോപ്പുള്ളതാണ്. 9:30 ആകുമ്പോൾ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വരാൻ 8:30 ഒക്കെ ആവും. അത്രയും സമയമുണ്ട്. അപ്പോൾ ഷോർട്സൊക്കെ എടുക്കുന്നത് ഷോപ്പിൽ നിന്ന് തന്നെയാണ്. അപ്പം വീഡിയോസ് എടുക്കുന്നത് വീട്ടിൽ നിന്നും. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് എല്ലാം ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇന്നത്തെ ലഞ്ച് ആണെങ്കിൽ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ തിരിഞ്ഞും പറഞ്ഞു ഞാൻ കഴിക്കുന്ന ഫുഡെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ ഞാൻ ചെയ്യുന്ന എക്സസൈസ് ഓരോ ദിവസവും ഓരോന്നായിട്ട് മാറിയും തിരിഞ്ഞൊക്കെ അപ്ലോഡ് ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇത് വലിയ പാടൊന്നുമില്ല. കാര്യം നല്ല വണ്ണമായിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയം ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പറ്റിയ പോലെ നിങ്ങൾക്ക് ഇഞ്ചുർഡൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ തുടങ്ങുമ്പോൾ കുറച്ച് സമയം 10 മിനിറ്റ്, അടുത്ത ദിവസം അടുത്ത ആഴ്ച 20 മിനിറ്റ്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ഇത് കൂട്ടി വരണം. അങ്ങനെ ആകുമ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വെയിറ്റ് കുറയുവാണെങ്കിൽ തിരിച്ച് ഗെയിൻ ചെയ്യാൻ സാധ്യതയും കുറയും. എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്തതിൻ്റെ കാരണം ഞാനിപ്പം കാലിഞ്ചോടായി അധികം നടക്കാനും പറ്റിയില്ല. ഫുഡൊന്നും കൺട്രോളില്ല. അപ്പം ഞാൻ തന്നെ കുക്ക് ചെയ്ത ഫുഡാണ് വെയിറ്റ് ലോസ് ചെയ്യാൻ ഞാൻ കഴിക്കുന്നത്. അതിൽ ഓയിൽ കുറവായിരിക്കും, സോൾട്ട് കുറവായിരിക്കും, കോക്കനട്ട് യൂസ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഫുഡാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് തരുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാം അളവ് കൂടുതലായിരിക്കും, നമുക്ക് വെയിറ്റ് കൂടും. അങ്ങനെയാണ് എനിക്ക് വെയിറ്റ് കൂടിയത്. കൺസിസ്റ്റൻസി എനിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് എല്ലാം ഗെയിൻ ചെയ്തത്. അപ്പം ഇനി ഒരിക്കൽ കൂടെ വെയിറ്റ് കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ ഏത് വിധേനയായാലും ഞാനത് കീപ്പ് ചെയ്യും. വെയിറ്റ് ഇനി കൂടത്തില്ല, കൂടാൻ ഞാൻ വിടത്തില്ല. കാര്യം നമുക്കിപ്പോൾ എക്സസൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വെയിറ്റ് കൂടാതിരിക്കണമെങ്കിൽ ന്യൂട്രിഷൻ ഫുഡൊന്ന് കൺട്രോൾ ചെയ്താൽ മതി. ഫുഡൊന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കഴിച്ചാൽ മതി. നമ്മൾ കാലറി എത്ര ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് കഴിച്ചാൽ മതി. അപ്പം വെയിറ്റ് ലോസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന വെജീസാണ് കഴിക്കുന്നത്, പിന്നെ പ്രോട്ടീൻ. അങ്ങനെ നമ്മളൊരു ഒരു ഫുഡ് പ്ലേറ്റ് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കിയിട്ട് കഴിക്കുവാണെങ്കിൽ വെയിറ്റ് കൂടാതിരിക്കാം വേണമെങ്കിലും. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. കുറച്ച് അല്ലേ കൂടിയത്, കൂടിക്കോട്ടെ അങ്ങനെ കൂടിയിട്ടാണ് പഴയ വെയിറ്റ് അത്രയും ഗെയിൻ ചെയ്തത്. ഡിസംബർ 29 എൻ്റെ വെയിറ്റ് 85.9. 1 മാസം കൊണ്ട് ഞാൻ 5.5 കിലോ കുറച്ചു. ഇപ്പോഴത്തെ വെയിറ്റ് 80.5.
ഏർലി മോർണിംഗ് പ്രീ വർക്കൗട്ട് സ്നാക്കായിട്ട് കഴിച്ചത് പുഴുങ്ങിയ ഏത്തപ്പഴമാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിന് 2 മുട്ട വെള്ള, 1 മുട്ട മുഴുവനായിട്ട് അതിൽ മുരിങ്ങപ്പൂവ്, മുരിങ്ങയില, സവാള, പച്ചമുളക്, കുരുമുളക് പൊടി, ഉപ്പുപൊടിയൊക്കെ ചേർത്തുണ്ടാക്കിയ ഓംലെറ്റ്. കൂടെ തന്നെ കുക്കുംബർ, ക്യാരറ്റ്, ടൊമാറ്റോ, ആൽമണ്ട്സ്, വാൾനട്ട്, സിട്രസ് ഫ്രൂട്ട്സ്. മിക്ക ദിവസങ്ങളിലും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെയാണ്. ഇതിൽ ഫ്രൂട്ടും വെജിറ്റബിൾസ് മാറിയും തിരിഞ്ഞൊക്കെ വരും. എന്നാലും മുട്ടവെള്ളയും മുട്ടയാണ് മെയിനായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിരുന്നത്. മോർണിംഗ് സ്നാക്ക് മിക്കവാറും ഏതെങ്കിലും ഫ്രൂട്ട്സ് ആയിരിക്കും. ഇന്ന് കഴിച്ചത് പപ്പായയാണ്, അല്ലെങ്കിൽ പേരയ്ക്ക, വാട്ടർമെലൺ, അങ്ങനെ സിട്രസ് ഫ്രൂട്ട്, അങ്ങനെ ഏതെങ്കിലും സീസണൽ ഫ്രൂട്ട് ആയിരിക്കും കഴിക്കുന്നത്. ലഞ്ചിന് ഞാൻ കഴിച്ചത് 2 ചപ്പാത്തി, അതിൻ്റെ കൂടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. ഇതിൽ എണ്ണ, ഉപ്പൊക്കെ വളരെ കുറവാണ്. അതിൻ്റെ കൂടെ കേട് 1 കപ്പ്, അതിൽ കുറച്ച് മാതളം ചേർത്തിട്ടുണ്ട്. പിന്നെ വേവിച്ച വൻപയർ, കുറച്ച് കുക്കുംബർ പീസ്. ഇതാണ് എൻ്റെ ലഞ്ച്. ഉച്ച കഴിഞ്ഞ് ഡീകാത്ലോൺ പോയായിരുന്നു. അപ്പോൾ പോകുന്ന വഴി തന്നെ ഷൂട്ടിംഗ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വെയ്റ്റ് ലോസ് ജേർണി സമയത്ത് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡീകാത്ലോണിലാണ്. ഇവിടെ നിന്നാണ് സ്പോർട്സ് വെയർ, ഡ്രസ്സ്, ഷൂസ്, വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിക്കുന്നത്, ലഞ്ച് ബോക്സ് ഒക്കെ വാങ്ങിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ഇവിടെ കിട്ടും. പിന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നത്. നമ്മൾ ആദ്യം കഴിഞ്ഞ വെയ്റ്റ് ലോസ് ജേർണിക്ക് ഞാൻ ആദ്യം വന്നിരുന്നത് ഡീകാത്ലോണാണ്. അപ്പോൾ എൻ്റെ സൈസ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവിടെയുള്ള സ്റ്റാഫൊക്കെ വളരെ കോപ്പറേറ്റീവ് ആണ്. നന്നായിട്ട് നമുക്ക് എല്ലാം എടുത്തു തരും, നല്ല സഹായിക്കും, നന്നായിട്ട് പറഞ്ഞൊക്കെ തരും. അപ്പോൾ അതെല്ലാം അതുകൊണ്ടൊക്കെ തന്നെ ഡീകാത്ലോണൊക്കെ വലിയ ഇഷ്ടമാണ് എനിക്ക്. എപ്പോൾ സമയം കിട്ടുവാണെങ്കിലും സൺഡേയോ ഹോളിഡേയ്സോ ഉണ്ടെങ്കിൽ ഡീകാത്ലോൺ പോയാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഡീകാത്ലോൺ എത്താറായിട്ടുണ്ട്. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെയാണ് മനസ്സിലായത് അവരുടെ ഈ ഷോറൂമിൻ്റെ 10th ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട് ഒരുപാട് ഓഫറും കാര്യങ്ങളും ആഘോഷങ്ങളും സ്പോർട്സും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പം നമ്മളും അതിൽ പങ്കുചേർന്നു. ഇതിൽ സൈഡ് നല്ല ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, നല്ല ഡിസൈനിലുള്ള ചെടിയൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിത് ഓർക്കുമായിരുന്നു, ലുലു മാൾ കോട്ടയത്ത് വരാൻ ഓപ്പണിംഗ് ആണ് മാർച്ചിന്. അപ്പോൾ അവിടെ ഇതേപോലെ ചെടിച്ചിട്ടെല്ലാം കിട്ടും. ഈ സൈസ് ചെടിച്ചിട്ടൊക്കെ അവിടെ ലുലു മാളിൽ എറണാകുളം ഞാൻ കണ്ടിട്ടുണ്ട്. കോട്ടയത്ത് മാർച്ചിലാണ് അവരുടെ ഓപ്പണിംഗ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതേപോലെ ചെടിച്ചിട്ടൊക്കെ വാങ്ങണം എന്നൊക്കെ ഞാനിങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാനില്ല. അങ്ങനെ ഡീകാത്ലോണിൻ്റെ അകത്തോട്ട് കയറി. ആദ്യം തന്നെ ഞാൻ നോക്കിയത് കെയർ ആൻഡ് റിക്കവറി സെക്ഷനിലാണ്. അവിടെ നിന്നാണ് നീ ക്യാപ്പ് വാങ്ങേണ്ടത്. ഞാൻ വാങ്ങിയ നീ ക്യാപ്പ്. ഏത് സൈസ് വാങ്ങിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് പറഞ്ഞു തന്നു. നമ്മുടെ നീയുടെ കുറച്ച് ബാക്കിലായിട്ട് അളന്നെടുത്തിട്ട് നമ്മുടെ സൈസ് നോക്കിയിട്ട് അങ്ങനെ വാങ്ങിച്ചു. പിന്നെ നല്ലൊരു ടിഫിൻ ബോക്സാണ്, കാണാൻ തന്നെ നല്ല രസമുണ്ട്. അത് ഞാൻ വാങ്ങി. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്റ്റീൽ മഗ് അതും എടുത്തിട്ടുണ്ട്. പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ ഇടാനുള്ള ഒരു പാൻറ്റ്. ഇത്രയാണ് അവിടെ നിന്ന് വാങ്ങിയത്.
നല്ല ഭംഗിയുള്ളൊരു കുതിരയെ കണ്ടു. അപ്പോൾ കുതിരയെ തൊട്ടൊക്കെ നോക്കി. കുതിരപ്പുറത്ത് കയറാനൊക്കെ പറഞ്ഞ എല്ലാവരും, പക്ഷേ കാലിങ്ങനെ ആയതുകൊണ്ട് കുതിരപ്പുറത്ത് കയറാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. കുറേ നാൾ കൂടിയിട്ടാണ് കുതിരയൊന്ന് അടുത്തിട്ട് കാണുന്നത്. ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ കഴിച്ചത് കുക്കുംബർ സാലഡാണ്. ഇതെൻ്റെ ഡിന്നറാണ്. ഡിന്നറിന് വേവിച്ച വൻപയറിനകത്ത് പർപ്പിൾ ക്യാരേജ്, സാദാ ക്യാബേജൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ഒരു സാലഡാണ്. ഇതാണ് ഡിന്നറിന് കഴിച്ചത്. എൻ്റെ ഡിന്നർ 6 മണിക്ക് തന്നെ ഞാൻ കഴിച്ചു തീർക്കും. നല്ല ഫില്ലിംഗ് ആയിരുന്നു. പിന്നെ വിശപ്പൊന്നും എടുത്തില്ല. അപ്പം നിങ്ങൾ എൻ്റെ വെയിറ്റ് കണ്ടല്ലോ. ആദ്യത്തെ 15 ദിവസം കാൽക്കുലേറ്റ് ചെയ്തില്ല. ജനുവരി 15 തൊട്ട് ഇന്ന് വരെയുള്ള വെയിറ്റ് കുറഞ്ഞതാണ് കാണിക്കുന്നത്. ഒരു 5 കിലോളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ ഒരു മാസം 7-8 കിലോ കുറയ്ക്കാമെന്നാണ്. തീർച്ചയായിട്ടും അത്രയും കുറയ്ക്കാൻ പറ്റും. നമ്മൾ നല്ല രീതിയിൽ ഒരുപാട് സമയമൊന്നുമില്ല, ഒരു 30 to 45 മിനിറ്റ്സ് വർക്കൗട്ടും പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യും. ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കും ചില ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ് നോട്ട് ഈറ്റിംഗ് എനഫ്. ആവശ്യത്തിന് ഫുഡ് കഴിക്കാതിരിക്കുക ഒരിക്കലും പാടില്ല. നമ്മൾ ആവശ്യത്തിന് ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയത്തുള്ളൂ. നമ്മൾ ഫുഡിൻ്റെ അളവ് കുറയ്ക്കുമ്പോഴത്തേക്കും മെറ്റബോളിസം സ്ലോ ആയിട്ട് വെയിറ്റ് കുറയാതിരിക്കാൻ ഒരു കാരണമാകും അത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം. ഞാൻ വെള്ളം ഒരു 12 ഗ്ലാസ് വെള്ളം കുടിക്കും. സോൾട്ടിൻ്റെ ഇൻടേക്ക് വളരെ കുറവായിരിക്കും. പിന്നെ ഉറക്കം 7-8 മണിക്കൂർ സ്ട്രിക്റ്റായിട്ട് ഞാൻ ഉറങ്ങും. ഈ വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ ചെയ്ത പ്രധാനമായിട്ടുള്ള കാര്യം വെയിറ്റ് ട്രെയിനിങ്, ഡംബൽസ് യൂസുള്ള എക്സസൈസ് ചെയ്യുന്നതാണ്. നമ്മൾ വെയിറ്റ് വണ്ണമായിട്ട് എടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കുമ്പോഴത്തേക്കും സ്കിന്നെല്ലാം ലൂസ് ആകാൻ തുടങ്ങും. അത് ഒഴിവാക്കാൻ വേണ്ടി സ്കിന്നൊക്കെ ടൈറ്റ് ആകും. പ്രത്യേകിച്ച് കയ്യിലെ വയറിലൊക്കെ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയാണ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത്. ഡംബൽസ് യൂസ് ചെയ്യുന്ന എക്സസൈസ് നിങ്ങളും ചെയ്യണം. നമുക്ക് വലിയ ചിലവൊന്നുമില്ല. ഒരു 2 പെയർ ഡംബൽസ് വാങ്ങിച്ച് വെക്കുന്നതിന് എല്ലാവരും ഈ വെയിറ്റ് ലോസ് ജേർണിയിലുള്ള ആൾക്കാരെല്ലാവരും ഡംബൽസും വെച്ച് എക്സസൈസ് ചെയ്യണം. എങ്കിലേ ഉള്ളൂ നല്ലതായിട്ട് ഷേപ്പ്, നല്ല ബോഡി ഷേപ്പിൽ വണ്ണം കുറയത്തുള്ളൂ. അപ്പം കാർഡിയോ എക്സസൈസും ഡംബൽസ് യൂസ് ചെയ്ത എക്സസൈസൊക്കെ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. ശനി ഞായർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. ശനി ഞായർ നമ്മളെല്ലാവരും ഇതായിരിക്കും. അപ്പോൾ എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്തത് ഇപ്പോൾ നല്ല വണ്ണത്തിലായിരിക്കും ഞാൻ എക്സസൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ അക്സെപ്റ്റ് ചെയ്യണം. എൻ്റെ കൂടെ തന്നെ വർക്കൗട്ട്, വണ്ണമുള്ള ആൾക്കാർ എൻ്റെ കൂടെ തന്നെ വർക്കൗട്ട് ചെയ്യണം. തീർച്ചയായിട്ടും എൻ്റെ വണ്ണം കുറയുന്നപ്പോൾ നിങ്ങളുടെ വണ്ണവും കുറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വെയിറ്റ് കുറയ്ക്കാം. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. ബൈ.